ഹായ് ദിസ് അശ്വിൻ പ്രസാദ്. സൂസോ സു ഫ്രം സോ. കൊള്ളാലോ പേരൊക്കെ. ഞാൻ ആദ്യം പേരൊക്കെ കേട്ടപ്പോ വിചാരിച്ചു എന്തുവാണ് ഈ സംഭവം, എന്തുവാണ് ഈ സൂസോ. നമ്മൾ ഈ സൂസു എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുപോലെ എന്തെങ്കിലും ആണോന്ന് വിചാരിച്ചു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ദുൽഖർ സൽമാന്റെ ഒരു പേജ്, ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണ് ഈ ഒരു പടത്തെ കുറിച്ച് ഞാൻ അറിയുന്നത്. സാധാരണ നല്ല കന്നഡ സിനിമകളൊക്കെ വരുവാണെങ്കിൽ, നല്ല ക്വാളിറ്റി സ്റ്റഫ് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ തെരഞ്ഞു പിടിച്ച് അത് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ ഈ സമയത്ത് എന്തോ ഈ പടം മാത്രം മിസ്സായി പോയി. അപ്പൊ ഞാൻ ഈ പടത്തിന്റെ പേരൊക്കെ, അതായത് എന്താണ് ഈ സൂസോ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അതിന്റെ പോസ്റ്ററിനകത്തിൽ സുലോചന ഫ്രം സോമേശ്വരം, ഇങ്ങനെയാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 2 ദിവസം മുന്നെയാണ് ട്രെയിലർ കണ്ടത്, മലയാളം ട്രെയിലർ കണ്ടത്. അപ്പം ഇന്ന് തിയേറ്ററിൽ പോയി കണ്ടു. ഒരു രക്ഷയില്ല, അടിപൊളി പടമാണ്. ഞാൻ കന്നഡയിൽ നിന്ന് സപ്തസാഗര ദാച്ചയിലോ സൈഡ് ബി ഏകദേശം 2 വർഷത്തിന് മുന്നേ ആ സിനിമ തിയേറ്ററിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട അടുത്ത ഒരു കന്നഡ സിനിമയാണ് സൂസോ, അതായത് സുലോചന ഫ്രം സോമേശ്വരം. ഈ സിനിമ തിയേറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം തൊട്ട് ഏകദേശം ക്ലൈമാക്സിന്റെ അവിടം വരെ ആയപ്പോഴത്തേക്കും ഞാൻ എന്റെ മുഖത്തൊരു ചെറിയ ഒരു ചിരിയൊക്കെ വെച്ചുകൊണ്ടാണ് ത്രൂ ഔട്ട് ഇരുന്ന് കണ്ടത്. കുറച്ചൊക്കെ ഒരു ഇമോഷണൽ ആക്കുന്നുണ്ടെങ്കിലും നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു പടമാണ്. ദുൽഖർ സൽമാനാണ് ഈ സിനിമ കേരളത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സിനിമയാണ്. കന്നഡയിൽ നിന്ന് ഒരുപാട് നാളിന് ശേഷം, എനിക്ക് തോന്നുന്നു 2-3 വർഷമായി തോന്നുന്നു കന്നഡയിൽ ഇപ്പൊ ഒരു നല്ല പടം വന്നിട്ട്. അതിനുശേഷം ഇറങ്ങുന്ന ഒരു ഫുള്ളി നാച്ചുറൽ പരിപാടിയാണിത്. അതായത് കർണാടകയുടെ ബോർഡർ സൈഡ്, എനിക്കൊന്ന് തുളു ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന, എനിക്ക് തുളു മിക്സ് ആണ്, ആ ഒരു പ്രദേശമാണ്, ഒരു കോസ്റ്റൽ ഏരിയ ആണ്. മാലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസ്റ്റൽ ഏരിയ ആണ്. അപ്പം മാലൂരും പിന്നെ അതുപോലെ തന്നെ ഈ സോമേശ്വരവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറെ സ്ഥലങ്ങൾ. അപ്പൊ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു പക്ക ലോക്കൽ പടം. നമ്മുടെയൊക്കെ നാട്ടിൻ പ്രദേശത്ത് നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ആ ഒരു കർണാടക ഏരിയയിൽ കോസ്റ്റൽ സൈഡിൽ നടക്കുന്ന കുറെ സംഭവങ്ങൾ ഹൊറർ കോമഡി ജോണറി വന്ന ഒരു ത്രൂ ഔട്ട് കണ്ടിരിക്കുമ്പോൾ നല്ല രസകരമായിട്ട് തോന്നിക്കുന്ന ഒരു സിനിമ. ഈ സിനിമ മെയിൻ ആയിട്ടും തിയേറ്ററിൽ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ്, രാജ് പി ഷെട്ടി. പുള്ളിയുടെ സിനിമകളൊക്കെ നമുക്ക് അറിയാം, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിനിമകളാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഇതിനകത്തൊരു റോളും ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഈ പുള്ളിക്കാരന്റെ ഡബ്ബ് കേട്ടപ്പോഴേ, ഞാൻ ഈ രാജ്മി ഷെട്ടിയുടെ ഡബ്ബ് എപ്പോഴും നോക്കും. കാരണം ആരായിരിക്കും പുള്ളിക്ക് ഡബ്ബ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ കുറെ ഇപ്പം സൈഡ് ഷോളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ആരായിരിക്കും വോയിസ് കൊടുക്കുന്ന മലയാളത്തിലൂടെ വരുമ്പോൾ. അപ്പൊ എല്ലാ പടത്തിനകത്തും വരുമ്പോഴത്തേക്കും പല പല ആൾക്കാരായിരിക്കും വോയിസ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് കൺഫ്യൂസ്ഡ് ആണ്, ഇത് ആരായിരിക്കും കൊടുത്തത് എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും ത്രൂ ഔട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് രാജ് പി ഷെട്ടി തന്നെയാണ് ഡബ് ചെയ്തേക്കുന്നത്. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ വണ്ടർ അടിച്ചു പോയി. കാരണം കന്നഡയിൽ നിന്ന് ഡബ് ചെയ്ത് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തോട്ട് വരുന്ന ഒരു അതിനകത്തിലെ പ്രൊഡ്യൂസറും അതിലെ മെയിൻ റോള് ചെയ്തേക്കുന്ന ഒരാള് തന്നെ മലയാളത്തിലോട്ട് ഡബ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ചില്ലറ കാര്യമല്ല. പക്ക അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരൻ ഡബ് ചെയ്തേക്കുന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ ഒരു സ്ലാങ് പിടിച്ചിട്ടുള്ള പരിപാടിയും എല്ലാം. എനിക്കൊന്ന് തിയേറ്ററിൽ നന്നായിട്ട് ഹിറ്റ് അടിക്കേണ്ട ഒരു പടമാണ്. അധികം ആൾക്കാർ ഈ സിനിമ ഇറങ്ങിയത് അറിഞ്ഞിട്ടില്ല. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. ഈവൻ OTT വരുമ്പോൾ നല്ല രീതിക്ക് റെക്കഗ്നൈസേഷൻ കിട്ടുമായിരിക്കും. പക്ഷെ OTT കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, തിയേറ്ററിൽ കാണുമ്പോഴല്ല അതിന്റെ രസം. എനിക്ക് നന്നായിട്ട് വർക്കായി ത്രൂ ഔട്ട്. എനിക്ക് തോന്നുന്നു ഈ ഹൊറർ കോമഡി പരിപാടിയിൽ നല്ലൊരു സിനിമ കുറെ കാലത്തിന് ശേഷം കാണുന്നത് ഇതാണ്. ഇതിലെ ആക്ടേഴ്സ് ആണെങ്കിൽ തന്നെ ആ ഒരു ലോക്കൽ ഏരിയയിലുള്ള ആളുകളാണെന്ന് തന്നെ നമുക്ക് തോന്നിക്കും. അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടാണ് എല്ലാവരും പെർഫോം ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് എടുക്കുന്ന ഒരു പടത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കരമായിട്ടൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങള്, അല്ലെങ്കിൽ കുറെ ചെറിയ 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 തമാശകള്, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. പിന്നെ പാട്ടുകളൊക്കെ മലയാളത്തിലേക്ക് ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ട് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലേക്ക് പാട്ടുകൾ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ഡബ് ആണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ചുമ്മാ അതിൽ അൽക്കുലത്ത് ഡബ്ബൊന്നും അല്ല, ചുമ്മാ ഇല്ല ബ്ല 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 പരിപാടി അല്ല, ലോക്കൽ പരിപാടി അല്ല ഇത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ദുൽഖർ ഈ പടം കണ്ടിട്ടുണ്ടാവും, അതിനുശേഷമായിരിക്കും ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. കാരണം നല്ലതായിട്ട് പുള്ളിക്കാരനെ തോന്നിയിട്ടുണ്ടായിരിക്കും. എനിക്ക് ഈ പടം നന്നായിട്ട് വർക്കായി. അടുത്തിറങ്ങിയ മലയാളം പടങ്ങളെക്കാട്ടിൽ എന്തുകൊണ്ടും നല്ല സിനിമയാണ് ഇത്.